അകത്തിച്ചീര, അകത്തി, അകത്തിമുരിങ്ങ, അഗസ്ത്യാർ മുരിങ്ങ എന്നെല്ലാം അറിയപ്പെടുന്ന സസ്യത്തെയാണ് ഇന്ന് പരിചയപ്പെടുക. ഫാബേസി സസ്യ കുടുംബത്തിൽപ്പെട്ട ഒരു ചെറുമരമാണ് അകത്തി. 6 മീറ്റർ മുതൽ 8 മീറ്റർ വരെ ഉയരത്തിൽ ഈ സസ്യം വളരുന്നു. പേരിൽ ചീരയുണ്ടെങ്കിലും ഇത് പയർവർഗ്ഗത്തിൽപ്പെടുന്ന ഒരു കുറ്റിമരമാണ്. കാഴ്ചയിൽ മുരിങ്ങയെപ്പോലെ ഇരിക്കുന്ന പയറുവർഗ്ഗത്തിൽപ്പെടുന്ന ചീരച്ചെടിയാണിത്. മുരിങ്ങയേക്കാൾ ശാഖകൾക്ക് ബലവും ഇലകളും പൂക്കളും കൂടുതൽ കിട്ടുകയും ചെയ്യും. 5-6 വർഷം വരെ ഇതിൽ നിന്ന് നല്ല വിളവ് ലഭിക്കും. പേരിന് പിന്നിലുള്ള കാര്യങ്ങൾ നോക്കാം. മലയാളത്തിലെ അകത്തിച്ചീര, അകത്തി മുരിങ്ങ എന്നെല്ലാം അറിയപ്പെടുന്നു. അഗസ്ത്യമുനിക്ക് ഇഷ്ടപ്പെട്ട മരമായതുകൊണ്ടാണ് അകത്തിച്ചീര എന്ന പേരുണ്ടായത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ശാസ്ത്രീയ നാമം സെസ്ബാനിയ ഗ്രാൻഡിഫ്ലോറ എന്നുള്ളതാണ്. മുരിങ്ങയോട് സാദൃശ്യമുള്ളതിനാൽ അകത്തിമുരിങ്ങയെന്നും മധ്യ കേരളത്തിൽ അഗസ്ത്യാർ മുരിങ്ങ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ വെജിറ്റബിൾ ഹുമിംഗ് ബേർഡ് എന്നാണ് അറിയപ്പെടുന്നത്. സംസ്കൃതത്തിൽ ഇതിനെ അഗസ്തി, അഗസ്തിക, മുനിദ്രുമം, വങ്കസേന എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. തമിഴിൽ അകത്തി എന്നും അകത്തിക്കീര എന്നും അറിയപ്പെടുന്നു. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ സാധാരണയായി കണ്ടുവരുന്ന ഈ ചെടിയുടെ ജന്മദേശം ഇന്ത്യയോ തെക്ക് കിഴക്കൻ ഏഷ്യയോ ആണെന്ന് കരുതപ്പെടുന്നു. ആപേക്ഷിക ആർദ്രതയും ചൂടും കൂടുതലുള്ള പ്രദേശങ്ങളിലാണ് ഇത് പൊതുവെ വളരുന്നത്. അകത്തി വീടുകളിലെ തോട്ടങ്ങളിൽ വെച്ച് പിടിപ്പിക്കാവുന്ന ഒരു സസ്യമാണ്. കേരളത്തിൽ ധാരാളമായി കാണുന്ന ഈ ചെടി നമ്മുടെ കാലാവസ്ഥയിൽ നന്നായി വളരുകയും ചെയ്യും. രാസഘടകങ്ങളെ നോക്കാം. അകത്തിയുടെ മരത്തൊലിയിൽ ടാനിൻ, രക്തവർണ്ണമുള്ള പശ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇലയിൽ മാംസ്യം, കാൽസ്യം, ഫോസ്ഫറസ്, ലോഹാംശം, എ, ബി, സി എന്നീ ജീവകങ്ങൾ എന്നിവയും പുഷ്പങ്ങളിൽ ബി, സി എന്നീ ജീവകങ്ങളും വിത്തിൽ മാംസ്യം, കൊഴുപ്പ്, അന്നജം എന്നിവയും അടങ്ങിയിരിക്കുന്നു. വിത്തിൽ നിന്ന് ഒലിയനോലിക് അമ്ലം വേർതിരിച്ചെടുത്തിട്ടുണ്ട്. മാംസ്യം, കൊഴുപ്പ്, അന്നജം, നാര്, കാൽസ്യം, ഫോസ്ഫറസ്, ഇരുമ്പ്, ജീവകം സി, ജീവകം എ തുടങ്ങിയ 60ഓളം പോഷകങ്ങൾ ഈ അത്ഭുത ചെടിയിൽ അടങ്ങിയിരിക്കുന്നു. രൂപവരണം നോക്കാം. വെളുപ്പും ചുവപ്പും മഞ്ഞയും നീലയും നിറമുള്ള പൂവുകളോടുകൂടിയ 4 ഇനം അകത്തികളുണ്ട്. പക്ഷേ ചുവന്ന പൂക്കളും വെള്ളപ്പൂക്കളുമുള്ള ഇനങ്ങളാണ് കൂടുതലായി കണ്ടുവരുന്നത്. ഇലകൾ സംയുക്ത വർണ്ണങ്ങളും അവയുടെ ക്രമീകരണം സമൂഹ രീതിയിലുമാണ്. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ഇലയ്ക്കും തണ്ടിനുമിടയിലുള്ള കക്ഷത്തിൽ പുഷ്പമഞ്ജരികൾ ഉണ്ടാകുന്നു. പൂമൊട്ടിന് അരിവാളിൻ്റെ ആകൃതിയാണ്. പുഷ്പങ്ങൾ ദ്വിലിംഗങ്ങൾ ആണ്. കായ്കൾക്ക് ഏകദേശം 30 തുടങ്ങി 40 സെൻറ്റിമീറ്റർ നീളമുണ്ടാകും. മുരിങ്ങാക്കായ പോലുള്ള കായയ്ക്ക് 30 സെൻറ്റിമീറ്റർ നീളവും 3-4 മില്ലിമീറ്റർ ഘനവും ഉണ്ടാകും. ഒരു കായയിൽ 15 തുടങ്ങി 50 വരെ വിത്തുകളുണ്ടാകും. പൊതു ഉപയോഗങ്ങളെ നോക്കാം. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ചില പ്രദേശങ്ങളിൽ അകത്തിയുടെ പൂവ്, ഫലം, ഇല എന്നിവ ആഹാരമായി ഉപയോഗിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഇലയും പൂവും കറി വയ്ക്കാൻ ഉപയോഗിക്കുന്നു. പൂവിൻ്റെ പ്രത്യേകത കാരണം ശിവപൂജയ്ക്കും ഇത് വിശേഷപ്പെട്ടതാണ്. കാലിത്തീറ്റയായും ഇത് ഉപയോഗിച്ചു വരുന്നു. ഇല ദാഹശമനിയായും ഉപയോഗിക്കുന്നു. ബലമുള്ള ശാഖകളുള്ള ഈ മരച്ചീര ജൈവവേലി നിർമ്മാണത്തിന് ഏറ്റവും യോജിച്ച സസ്യമാണ്. പടർന്നു വളരുന്ന പച്ചക്കറി ഇനങ്ങൾക്ക് താങ്ങായും അകത്തിക്കീര ഉപയോഗിക്കാം. അകത്തിച്ചീര വീട്ടുമുറ്റത്ത് അലങ്കാര ചെടിയായും വളർത്താവുന്നതാണ്. ഔഷധ ഗുണങ്ങളെ നോക്കാം. തൊലി, ഇല, പുഷ്പം, ഇളം കായ്കൾ എന്നിവ ഔഷധയോഗ്യ ഭാഗങ്ങളാണ്. കാഴ്ച വൈകല്യങ്ങൾ, സന്ധിവാതം, അൾസർ, പൈൽസ്, മൈഗ്രെയിൻ, ഗൗട്ട്, അൾസിമേഴ്സ്, ത്വക്ക് രോഗങ്ങൾ, സ്ത്രീരോഗങ്ങൾ എന്നിവയെ അകറ്റുന്നു. പൂക്കൾ ഗൗട്ട് രോഗത്തിനും ഇലകൾ ചുഴലി, കുഷ്ഠം തുടങ്ങിയ നിരവധി രോഗങ്ങൾക്കും ഉപയോഗിക്കുന്നു. മലേഷ്യയിൽ ഇതിൻ്റെ ഇല ചതച്ചത് ഉളുക്കിനും ചതവിനും ഉപയോഗിക്കാറുണ്ട്. വായയും തൊണ്ടയും ശുദ്ധമാക്കാനായി ഇലച്ചാറ് ഗാർഗിൾ ചെയ്യാറുണ്ട്. ജാവക്കാർ വായയും തൊണ്ടയും അണുമുക്തമാക്കാനും ഇതിൻ്റെ ഇല ചവയ്ക്കുന്ന പതിവുണ്ട്. ഇതിൻ്റെ തൊലി പൊടിച്ച് വായിലെയും അന്നനാളത്തിലെയും അൾസറിനും ഉപയോഗിച്ചു വരുന്നുണ്ട്. പനി, പ്രമേഹം തുടങ്ങിയവയ്ക്കും ഇത് ഫലപ്രദമാണ്. കൈയും കാൽപാദങ്ങളും ചുട്ടുപൊള്ളുന്ന അവസ്ഥ മാറ്റുന്നതാണ്. ശരീരത്തെ തണുപ്പിക്കുന്നതാണ്. തിളങ്ങുന്ന ചർമ്മത്തിനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും വിട്ടുമാറാത്ത പനി, തലവേദന, മൈഗ്രെയിൻ, പൈൽസ് എന്നിവയുടെ ശമനത്തിനും പിത്തവെള്ളത്തെ പുറന്തള്ളുന്നതിനും വിഷാംശം അകറ്റുന്നതിനും കൃമിശല്യം കുറയ്ക്കുന്നതിനും മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിനും ട്യൂമർ, ആർത്രൈറ്റിസ് എന്നിവയെ നിയന്ത്രിക്കുന്നതിനും അകത്തി ഉപയോഗിക്കാറുണ്ട്.
ഔഷധ പ്രയോഗങ്ങളെ നോക്കാം. ഒന്ന്, ഇല പിഴിഞ്ഞ് അരിച്ചെടുത്ത് നസ്യം ചെയ്യുന്നത് കഫവും നീർക്കെട്ടും മാറാൻ സഹായകരമാണ്. ഇങ്ങനെ നസ്യം ചെയ്യുന്നത് തലവേദന, പീനസം, ചുമ, അപസ്മാരം എന്നീ രോഗങ്ങൾക്കും ശമനമുണ്ടാക്കും. 2, അകത്തിയുടെ ഇല നെയ്യിൽ വറുത്ത് സേവിക്കുന്നത് നിശാന്തത അകറ്റുന്നതാണ്. ജീവകം എയുടെ അഭാവം കൊണ്ടുണ്ടാകുന്ന എല്ലാ നേത്രരോഗങ്ങൾക്കും ഇത് പ്രയോജനകരമാണ്. 3, അകത്തിക്കുരു പാൽ ചേർത്തരച്ച് നീരും വേദനയുമുള്ള വ്രണങ്ങളിൽ ലേപനം ചെയ്താൽ വ്രണം പെട്ടെന്നുണങ്ങുന്നതാണ്. 4, തിളങ്ങുന്ന ചർമ്മത്തിനും കണ്ണുകൾക്കും കുറച്ച് ഉലുവയും അകത്തിച്ചീരയുടെ ഇലയും നല്ലപോലെ അരച്ച് ഉരുളകളാക്കി എള്ളെണ്ണ ചൂടാക്കി അതിൽ വറുത്തെടുത്ത ശേഷം ആ എണ്ണ അരിച്ചെടുക്കുക. ഈ എണ്ണ ശരീരത്തിൽ പുരട്ടി മസാജ് ചെയ്താൽ തിളങ്ങുന്ന ചർമ്മം ലഭിക്കും എന്നാണ് നാട്ടുവൈദ്യം പറയുന്നത്. ഈ എണ്ണ തേച്ച് കുളിക്കുന്നത് കണ്ണുകൾക്ക് തണുപ്പ് നൽകാൻ നല്ലതാണ്. 5, ഇടയ്ക്കിടെ ഉണ്ടാകുന്ന പനി മാറാൻ അകത്തിക്കീരയുടെ ഇല പിഴിഞ്ഞ് മൂക്കിലിറ്റിച്ചാൽ മതിയാവും. സൈനസിനും ഇതിൻ്റെ ജ്യൂസ് ഫലപ്രദമാണ്. 6, തലവേദന, മൈഗ്രെയിൻ എന്നിവയ്ക്ക് ഇല പിഴിഞ്ഞ് വേദനയുള്ള ഭാഗത്ത് പുരട്ടി ആവി പിടിച്ചാൽ തലവേദനയ്ക്കും മൈഗ്രെയിനും വേഗത്തിൽ ആശ്വാസം ലഭിക്കും. 7, പൈൽസിന് കടുക്ക പൊട്ടിച്ചതും അകത്തിച്ചീരയുടെ ചാറും ചേർത്ത് പൈൽസുള്ള ഭാഗത്ത് പുരട്ടുന്നതും വലിയ പാത്രത്തിലെടുത്ത ഈ ഔഷധത്തിൽ പൈൽസുള്ള ഭാഗം മുങ്ങത്തക്ക വിധത്തിൽ അരമണിക്കൂർ ഇരിക്കുന്നതും നല്ല ഫലം നൽകുമെന്നാണ് പാരമ്പര്യ വൈദ്യത്തിൽ പറയുന്നത്. രക്തത്തോടു കൂടിയുള്ള പൈൽസിനും രോഗാണുക്കൾ ശമിപ്പിക്കാനും ഈ രീതി നല്ലതാണ്. വൃത്തിയും വെടിപ്പുമുള്ള പാത്രം വേണം ഉപയോഗിക്കാനായിട്ട്. 8, ശരീരത്തിലെ അമിതമായുള്ള പിത്തവെള്ളത്തെ പുറന്തള്ളാൻ ഒരു പിടി അകത്തിച്ചീരയുടെ ഇലയെടുത്ത് ഉപ്പുമായി ചേർത്ത് ചാറ് കുടിച്ചാൽ പിത്തവെള്ളം ഛർദ്ദിച്ചു പോകുന്നതാണ്. 9, തേങ്ങയും അകത്തിച്ചീരയുടെ ഇലയും തുല്യ അളവിലെടുത്ത് അരച്ച് പുരട്ടിയാൽ ചൊറിച്ചിൽ, കൃമിശല്യം, തടിപ്പ് എന്നിവ മാറും. വയറ് ശുദ്ധമാക്കാനും ഇതിന് കഴിവുണ്ട്. 10, ഇല കറി വെച്ച് കഴിക്കുന്നത് മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. 11, കാൽ വിണ്ടുകീറുന്നതിന് മഞ്ഞളും മൈലാഞ്ചിയും അകത്തിച്ചീരയ്ക്കൊപ്പം ചേർത്തരച്ച് പുരട്ടണം. 12, 2 തണ്ട് അകത്തിച്ചീരയില അരച്ചത് കരിക്കിൻ വെള്ളം, തേങ്ങാവെള്ളം, പച്ചവെള്ളം ഇവയിലേതെങ്കിലും ഒന്നിൽ കലക്കി രാവിലെ വെറും വയറ്റിലോ 1 ഗ്ലാസ് വെള്ളരി ജ്യൂസ് കുടിച്ചിട്ട് 10 മിനിറ്റിന് ശേഷമോ കുടിക്കുക. ഇത് 30 ദിവസം തുടർന്നാൽ തൈറോയിഡ് മാറിക്കിട്ടും. 13, നിശാന്തതയ്ക്ക് അകത്തിച്ചീരയുടെ ഇലകൾ നെയ്യിൽ വറുത്ത് കഴിച്ചാൽ മതി. 14, ത്വക്ക് രോഗങ്ങൾക്ക് അകത്തിയിലയും തേങ്ങാപ്പീരയും മിക്സിയിൽ അടിച്ചെടുത്ത കുഴമ്പ് പ്രശ്നമുള്ള ഇടത്ത് പുരട്ടിയാൽ ത്വക്ക് രോഗങ്ങൾ സുഖപ്പെടുന്നതാണ്. 15, തലവേദനയ്ക്ക് അകത്തിച്ചീരയുടെ ഇലയുടെ ചാർ നെറ്റിയിൽ പുരട്ടി കുറച്ച് സമയത്തിന് ശേഷം നെറ്റിയിൽ ആവി പിടിച്ചാൽ തലവേദനയ്ക്ക് ആശ്വാസമുണ്ടാകും. 16, അകത്തിയുടെ പുഷ്പം ഇടിച്ചു പിഴിഞ്ഞ നീര് പാലിൽ കലക്കി സേവിച്ചാൽ അസ്ഥിസ്രാവം, പ്രതരം, പൂയസ്രാവം എന്നീ അസുഖങ്ങൾ ശമിക്കും. പാർശ്വഫലങ്ങളെ നോക്കാം. അമിതമായാൽ അമൃതും വിഷമെന്നാണല്ലോ പറയുന്നത്. ദിവസവും കൂടിയ അളവിൽ അകത്തിച്ചീര കഴിക്കാൻ പാടില്ല. രക്തദൂഷ്യവും വയറിന് പ്രശ്നങ്ങളും ഉണ്ടാകും. പാകം ചെയ്യുമ്പോൾ വെളുത്തുള്ളി ചേർക്കുന്നതിന് കാരണവും ഇതാണ്, ഗ്യാസ് ട്രബിൾ ഉണ്ടാകാതിരിക്കാൻ. ഇടവിട്ട് മിതമായ അളവിൽ മാത്രം ഉപയോഗിക്കേണ്ട ഒന്നാണ് അകത്തിച്ചീര. എന്നാൽ മാത്രമേ യഥാർത്ഥ ഗുണം ലഭിക്കുകയുള്ളൂ. കൃഷിയുടെ കാര്യങ്ങളെ നോക്കാം. വിത്ത് പാകി തൈ മുളപ്പിച്ചെടുക്കാവുന്നതാണ്. ഒക്ടോബർ ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ നല്ല നടീൽ കാലമാണ്. വിത്ത് പാകി 2 മാസം പ്രായമായ തൈകളാണ് നടാനെടുക്കുന്നത്. മാർച്ച് ഏപ്രിലാണ് തൈകൾ തയ്യാറാക്കേണ്ടത്. 6 മണിക്കൂർ വെള്ളത്തിലിട്ട് നടുന്ന വിത്തിന് ആദ്യ 20 ദിവസം വൈക്കോൽപ്പുത നൽകണം. തൈയുടെ ആദ്യഘട്ടത്തിൽ ഉണ്ടായേക്കാവുന്ന പുഴുക്കളെ നിയന്ത്രിക്കാൻ വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതം എന്നിവ തയ്യാറാക്കി തളിക്കണം. ഒരടി സമചതുരത്തിൽ കുഴിയൊരുക്കി ചാണകമോ കമ്പോസ്റ്റോ അടിവളമായി നൽകി അകത്തിച്ചെടി നടാം. മേൽവളമായും ജൈവവളം മതിയാകും.